അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി 10 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഗ്രീൻ പീസ് കറിയുടേതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 1/4 കിലോ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി. ഇനി നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചെറിയൊരു ക്യാരറ്റും മീഡിയം സൈസ് ഒരു തക്കാളിയും കൂടി അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ടു. ഉപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് അടുപ്പിലേക്ക് വെക്കുകയാണ്. നമ്മൾ സ്റ്റൗവിലേക്ക് കുക്കർ എടുത്ത് വെച്ചു, തീ കത്തിച്ചു, അടച്ച് വെച്ച് അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കും. ഇതാ കുക്കറിൽ നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും ഒക്കെ വെന്ത് വരികയാണ്. ആദ്യത്തെ വിസിൽ വന്നു. നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം പെട്ടെന്ന്. ഒരു 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങയിൽ ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയ കടയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി അതിലേക്ക് നമ്മൾ 3 ചന്തമുളക് ചേർത്ത് കൊടുത്തു. നമ്മുടെ കൊച്ചുള്ളി കൂടെ ചേർത്ത് കൊടുത്തു. ഇതിന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ആ തേങ്ങയിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുക്കർ തുറക്കുക എന്നുള്ളതാണ്. കുക്കറും തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതാ ഗ്രീൻ പീസ് നന്നായി വെന്ത് വന്നു. അപ്പോൾ നമ്മുടെ തിളവ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അരപ്പിനകത്തോട്ട് ഒരു 3/4 സ്പൂണ് പെരിഞ്ജീരകവും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ കറി നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഇത്തിരി കറിവേപ്പിലയും ശകലം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു മണമൊക്കെ കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. സെർവ് ചെയ്യുന്ന സമയത്തെടുത്ത് ഉപയോഗിക്കാം. സമയം പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകാൻ നമ്മൾ തിരക്ക് പിടിച്ചുള്ള പണിയിലിടയ്ക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്സ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.